Hi student, welcome back to online chemistry class. Okay, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത് കണ്ടക്റ്റൻസിനെ കുറിച്ചാണ്. എന്താണ് കണ്ടക്റ്റൻസ്, എന്താണ് കണ്ടക്ടിവിറ്റി, ഇതിനെക്കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി നമുക്ക് ഇന്ന് മോളാർ കണ്ടക്റ്റൻസിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. മോളാർ കണ്ടക്റ്റൻസ്. ഓക്കെ, മോളാർ കണ്ടക്റ്റൻസ്. മോളാർ കണ്ടക്റ്റൻസ്. Molar conductance. You know, molar conductance is represented by lambda m. നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ലാംഡ എം കൊണ്ടാണ് മോളാർ കണ്ടക്റ്റൻസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് എ 1 molar ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. അതായത് ഒരു മോളാർ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിന് പറയുന്ന പേരാണെന്ത്? മോളാർ കണ്ടക്റ്റൻസ്. ഓക്കെ, അതിന് നമുക്ക് മാത്തമെറ്റിക്കലി എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം നോക്കാം. ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വോളിയം ഓഫ് സൊല്യൂഷൻ. വോളിയം ഓഫ് സൊല്യൂഷൻ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനാണ് വോളിയം ഓഫ് സൊല്യൂഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം. കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. അപ്പം വീണ്ടും ഞാൻ പറയാം, എന്താണ് മോളാർ കണ്ടക്റ്റൻസ്? ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് എ 1 molar ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. സിംപ്ലി വി ക്യാൻ ഡിഫൈൻഡ് ആസ് it is the conductance of a 1 molar electrolytic solution. Okay, but mathematically it can represent as lambda m is equal to kappa into V, volume of electrolytic solution, or lambda m is equal to kappa into 1000 divided by molarity. ഇനി ഇതിൻ്റെ യൂണിറ്റ് ആണ്. യൂണിറ്റ് ഇത് സാധാരണഗതിയിൽ എക്സാമിന് ചോദിക്കാറുണ്ട്. യൂണിറ്റ് ഓഫ് മോളാർ കണ്ടക്റ്റൻസ് ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് എന്നാണ്. ഓക്കെ, ഇതെങ്ങനെ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഓം ഇൻവേഴ്സ് ആണ് കാപ്പയുടെ യൂണിറ്റ് അല്ലേ. ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ ഇൻവേഴ്സ് ആണ് കാപ്പയുടെ യൂണിറ്റ്, അതായത് കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. നമുക്ക് സെൻറ്റിമീറ്റർ ക്യൂബ് ആണ്, ഒരു ലിറ്ററിൻ്റെത് സെൻറ്റിമീറ്റർ ക്യൂബ് എടുക്കുക. മൊളാരിറ്റിയുടേത് മോൾ. അപ്പോൾ എന്ത് വരും? ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് അപ്പോൾ ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് അങ്ങനെയാണ് വരുന്നത്. അപ്പോൾ അല്ലെങ്കിൽ നമുക്കെങ്ങനെ എഴുതാം? സീമൺ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ഇങ്ങനെയും പറയാം. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്, അല്ലെങ്കിൽ സീമൺ മീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, മോളാർ കണ്ടക്റ്റൻസ് ഒന്നും കൂടെ ഡിഫൈൻ ചെയ്യുന്നു. ഇറ്റ് ഡിഫൈൻഡ് ആസ് conductance of a 1 centimeter cube of electrolytic solution. Conductance of a 1 centimeter cube of electrolytic solution. Molar conductance important ആണ്, എക്സാമിന് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് മോളാർ കണ്ടക്റ്റൻസിനെ പോലെ തന്നെ നമുക്ക് ഈക്വാലൻ്റ് കണ്ടക്റ്റൻസ്. അതായത് നമ്മൾ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷനെയാണല്ലോ നമ്മൾ ഫേസ് ചെയ്യുന്നത്. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് സൊല്യൂഷനാണ്. സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ്റെ എക്സ്പ്രസ് ചെയ്യുന്ന ടേംസ് ആണ് എന്ത്? മൊളാരിറ്റി. അതേപോലെ നോർമാലിറ്റിയിലുള്ള അതിന് ഇക്വാലൻ്റ് വെയ്റ്റ്സ് ആണ് നമ്മൾ ഉപയോഗിക്കുക. നിങ്ങൾ സൊല്യൂഷനിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പം ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് എന്ന് പറയും. എന്താണ് ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്? ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്. എന്താണ് ഈക്വാലൻ്റ് കണ്ടക്റ്റൻസ് നോക്കാം. ഈക്വാലൻ്റ് കണ്ടക്റ്റൻസിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ലാംഡ ഇ ക്യൂ കൊണ്ടാണ്. ലാംഡ ഇ ക്യൂ. Equivalent conductance also defined as it is the conductance of a 1 equivalent of electrolytic solution, 1 gram equivalent of electrolytic solution. അതായത് നമുക്കറിയാം മോളാർ കണ്ടക്റ്റൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഒരു മോളാർ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു മോളിന് പകരം 1 gram ഇക്വാലൻ്റ് ആണുള്ളതെങ്കിൽ അതിൻ്റെ കണ്ടക്റ്റൻസിന് പറയുന്ന പേരാണെന്ത്? equivalent conductance. So equivalent conductance defined as it is the conductance of a 1 gram equivalent of electrolytic solution. It also lambda eq, it also defined mathematically as kappa into V, or lambda eq is equal to kappa into 1000 divided by normality. ഇവിടെ നമ്മൾ നോർമാലിറ്റിയിലാണ്. ഇക്വലൻ്റ് ഗ്രാംസ് അല്ലേ? ഗ്രാം ഇക്വാലൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് മോൾസിലാണ് ഈ മൊളാരിറ്റിയിൽ പറയുന്നത്. ഇവിടെ എന്താണ്? ഗ്രാം ഇക്വാലൻ്റ്, നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻ്റ്. അപ്പോൾ എന്താണ് വിളിക്കുക? നോർമാലിറ്റിയാണ്. അപ്പോൾ കോൺസെൻട്രേഷൻ നമ്മൾ നോർമാലിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യുമ്പോൾ ലാംഡ ഇ ക്യു അല്ലെങ്കിൽ ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെ യൂണിറ്റ് നേരത്തെ മാതിരി തന്നെ ഓം ഇൻവേഴ്സ്, സെൻറ്റിമീറ്റർ സ്ക്വയർ, ഈക്വാലൻ്റ് ഇൻവേഴ്സ് അല്ലെങ്കിൽ എന്ത് വിളിക്കാം? സീമൺ മീറ്റർ സ്ക്വയർ ഇക്വലൻ്റ് ഇൻവേഴ്സ്. അപ്പോൾ യൂണിറ്റ്. അപ്പോൾ നമ്മൾ 2 പുതിയ ടേംസ് ആണ് പഠിച്ചിരിക്കുന്നത്. ഒന്ന് മോളാർ കണ്ടക്റ്റൻസ്, മറ്റൊന്ന് എന്താണ്? ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്. മോളാർ കണ്ടക്റ്റൻസ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കണ്ടക്റ്റൻസ് ഓഫ് എ 1 molar ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് എ 1 gram ഇക്വലൻ്റ് ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. രണ്ടിനും പൊതുവായിട്ടുള്ളത് എന്താണ്? ലാംഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലാംഡ എം എന്ന് പറഞ്ഞാൽ കാപ്പ ഇൻറ്റു വി ആണ്. ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഓക്കെ, ഇവിടെയും കാപ്പ ഇൻറ്റു വി. പക്ഷേ വോളിയത്തെ നമ്മൾ ഇവിടെ കോൺസെൻട്രേഷനെ നമ്മൾ ഇതിൽ എക്സ്പ്രസ് ചെയ്യുന്നു? നോർമാലിറ്റിയിൽ എക്സ്പ്രസ് ചെയ്യുന്നു. അപ്പോൾ ലാംഡ ഇ ക്യു ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. ഓക്കെ, ഇത് രണ്ടും സെയിം ആണ് അല്ലേ? അതായത് വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യും? വോളിയം കൂടുമ്പോൾ ലാംഡ ഇ ക്യു കൂടും അല്ലേ? അതേപോലെ തന്നെ ലാംഡ എമ്മും കൂടും. മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ്റ് കണ്ടക്റ്റൻസും വോളിയം കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നോക്കാം. അപ്പം ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് അതേപോലെ തന്നെ മോളാർ കണ്ടക്റ്റൻസ്, ഇതിൻ്റെ യൂണിറ്റ്സ് സാധാരണഗതിയിൽ ചോദിക്കാറുണ്ട്. മോളാർ കണ്ടക്റ്റൻസിൻ്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ്. ഓക്കെ, ഇക്വാലൻ്റ് കണ്ടക്റ്റൻസിൻ്റെത് ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇക്വാലൻ്റ് ഇൻവേഴ്സ്. പിന്നെ എൻട്രൻസിനൊക്കെ ചോദിക്കുന്ന ഭാഗമാണ്. മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ്റ് കണ്ടക്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒന്ന് നോക്കാം. മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ്റ് കണ്ടക്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇത് എൻട്രൻസിന് മാത്രമേ ചോദിക്കാറുള്ളൂ. നോക്കാം. റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് equivalent conductance ലാംഡ ഇ ക്യു. നോക്കാം എന്താണ് ഈ മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ്റ് കണ്ടക്റ്റൻസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്ന് നോക്കാം. നമുക്കറിയാം, ആസ് വി നോ ദാറ്റ് ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. എന്താണ് മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ? എന്താണ്? ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഇതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുക്കാം. ഇനി എന്താണ് ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്? ലാംഡ ഇ ക്യു ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. ഇതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ ഇക്വേഷൻ നമ്പർ 2 എന്താണ് കിട്ടുന്നത്? ഇക്വേഷൻ നമ്പർ 1 ഡിവൈഡഡ് ബൈ 2 നമുക്ക് നോക്കാം. ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ ഇ ക്യു. ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ ഇ ക്യു ഈസ് ഈക്വൽ ടു
കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ molarity, all divided by kappa into 1000 divided by normality. മനസ്സിലായില്ലേ? അതായത് ലാംഡ എം എന്ന് പറഞ്ഞാൽ എന്താണ്? കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഡിവൈഡഡ് ബൈ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. ലാംഡ ഇ ക്യൂയുടെ ഇക്വേഷൻ ഇവിടെ കൊടുത്തു. ഇത് സിംപ്ലിഫൈ ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? അതായത് ഇതിനെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാം? കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ഇൻറ്റു റെസിപ്രോക്കൽ കൊണ്ട് അല്ലേ? അപ്പോൾ നോർമാലിറ്റി ഡിവൈഡഡ് ബൈ കാപ്പ ഇൻറ്റു 1000. ഇത് തമ്മിൽ ക്യാൻസൽ ചെയ്ത് പോകും. അപ്പം പിന്നീട് വരുന്നത് എന്താണ്? ലാംഡ എം ഈസ് ഈക്വൽ ടു ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ ഈസ് ഈക്വൽ ടു മോളാർ കണ്ടക്റ്റൻസ് ഡിവൈഡഡ് ബൈ ഇക്വാലൻ കണ്ടക്റ്റൻസ് ഈസ് ഈക്വൽ ടു എന്താണ്? പറഞ്ഞോളൂ. നോർമാലിറ്റി ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. നോർമാലിറ്റി ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയല്ലോ. നമ്മൾ ഫസ്റ്റ് എന്താ ലാംഡ എം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മോളാർ കണ്ടക്റ്റൻസ് കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. ലാംഡ ഇ ക്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. ഇക്വേഷൻ 1 എന്ന് കൊടുക്കുക മോളാർ കണ്ടക്റ്റൻസിൻ്റെത്. ഇക്വേഷൻ 2 ഇക്വാലൻ കണ്ടക്റ്റൻസ്. ഇക്വേഷൻ 1/2 എന്താണ് നമുക്ക് ലഭിക്കുന്നത്? എന്താണ്? ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ ഇ ക്യൂ ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ആൾ ഡിവൈഡഡ് ബൈ കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. ഇത് നമ്മൾ ഓപ്പറേഷൻ നടത്തിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ലഭിക്കും? ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ ഇ ക്യൂ ഈസ് ഈക്വൽ ടു നോർമാലിറ്റി ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. അപ്പം നമുക്ക് ഇവിടെ ഒരു റിലേഷൻഷിപ്പ് അറിയണം. നോർമാലിറ്റി ഈസ് ഈക്വൽ ടു എന്താണ്? സെഡ് ഇൻറ്റു മൊളാരിറ്റി. അതായത് സെഡ് എന്താണ്? സെഡിന് പകരം നമുക്ക് ആസിഡിറ്റി, സെഡ് എന്ന് പറഞ്ഞാൽ ആസിഡിറ്റി അല്ലെങ്കിൽ ബേസിസിറ്റി എന്ന് പറയും. അല്ലെങ്കിൽ നമുക്കിവിടെ ചാർജ് എന്നും കൊടുക്കാം. സെഡ് നിങ്ങൾ നോർമാലിറ്റിയും മൊളാരിറ്റിയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് പഠിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ ഒന്നുകിൽ ആസിഡിറ്റി അല്ലെങ്കിൽ എന്താണ്? ബേസിസിറ്റി. ഉദാഹരണമായിട്ട് സൾഫ്യൂരിക് ആസിഡ് ആണെങ്കിൽ ഇവിടെ 2 എന്ന് കൊടുക്കും. HCl ആണെങ്കിൽ എന്താണ്? 1 എന്നാണ് കൊടുക്കുക. കാരണം നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ എന്താണ്? സൾഫ്യൂരിക് ആസിഡിൽ 2, HCl എന്താണ്? 1 ആണ്. ഇനി ബേസ് ആണെങ്കിൽ നമുക്ക് സോഡിയം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ 1, OHൻ്റെ എണ്ണം 1 ആണ്. ഇനി കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ആണെങ്കിൽ എന്താണ്? അവിടെ 2 ആണ്. അപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ സെഡ് എന്താണ്? നമ്പർ ഓഫ് റീപ്ലേസബിൾ ഹൈഡ്രജൻ അല്ലെങ്കിൽ OH മൈനസ്. പക്ഷേ നമ്മളിവിടെ ഇലക്ട്രോലൈറ്റ്സിൽ നമുക്ക് ചിലപ്പോൾ ചാർജ് വരും. അപ്പോൾ സെഡിനെ നമുക്ക് എന്ത് കൊടുക്കാം? ചാർജ് എന്ന് കൊടുക്കാം. സെഡ് ഇപ്പോൾ കോപ്പർ 2+ ആണെങ്കിൽ എന്താണ്? അവിടെ 2 ആണ്. സെഡിൻ്റെ വാല്യൂ എന്താണ്? 2. അപ്പോൾ നമ്മൾ ഈ ഒരു വാല്യൂ ഇവിടെ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്താണ് ലഭിക്കുക? ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ ഇ ക്യൂ ഈസ് ഈക്വൽ ടു നോർമാലിറ്റിക്ക് പകരം എന്ത് എഴുതാം? സെഡ് ഇൻറ്റു മൊളാരിറ്റി ഡിവൈഡഡ് ബൈ മൊളാരിറ്റി. അപ്പോൾ മൊളാരിറ്റി ക്യാൻസൽ ചെയ്യും. അപ്പോൾ ലാംഡ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ലാംഡ ഇ ക്യൂ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്, എസ്പെഷ്യലി എൻട്രൻസ് പോയിന്റ് അല്ലേ? ഇത് നമുക്ക് നിങ്ങൾ NCERT പുസ്തകത്തിലില്ല, പലപ്പോഴും എൻട്രൻസ് ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ട്. ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ലാംഡ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ലാംഡ ഇ ക്യൂ. സെഡ് എന്താണ്? ചാർജാണ്. ഉദാഹരണമായിട്ട് കോപ്പർ 2+ൽ അതിൻ്റെ സെഡ് എത്രയാണ്? 2 ആണ്. സെഡ് ഈസ് ഈക്വൽ ടു 2. അതേപോലെ തന്നെ സിൽവർ പ്ലസ്സിൽ സെഡ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 1 ആണ്. അപ്പോൾ നമുക്ക് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വാലൻ കണ്ടക്റ്റൻസ് എന്താണ്? ലാംഡ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ലാംഡ ഇ ക്യൂ. ഇതിൻ്റെ ഡെറിവേഷൻ നമുക്ക് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, മനസ്സിലാക്കിയാൽ മതി. വെൽ, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വാലൻ കണ്ടക്റ്റൻസ് ഈസ് ലാംഡ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ലാംഡ ഇ ക്യൂ.
ലാംഡ ഇ ക്യു ഈസ് ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ്, സെഡ് എന്താണ് ചാർജ്, ലാംഡ എം എന്താണ് മോളാർ കണ്ടക്റ്റൻസ്. അപ്പോൾ ഒന്നുകൂടെ പറയാൻ എന്താണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്? നമ്മൾ വിവിധ കണ്ടക്റ്റൻസിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. മോളാർ കണ്ടക്റ്റൻസ്, ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ്, മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ്. വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മോളാർ കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒരു മോളാർ ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ അനുഭവപ്പെടുന്ന കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മോളാർ കണ്ടക്റ്റൻസ് എന്ന് വിളിക്കുക. എന്താണ് മോളാർ കണ്ടക്റ്റൻസ്? നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ എം കൊണ്ട് സൂചിപ്പിക്കും. അപ്പം കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി, ഇതിൻ്റെ ഇക്വേഷനാണ്. ഇതിൻ്റെ യൂണിറ്റ് ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ മോൾ ഇൻവേഴ്സ് ആണ്. ദെൻ ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ നോർമാലിറ്റി. അതിൻ്റെ ഡെഫിനിഷൻ എന്താണ്? 1 gram ഇക്വലൻ്റ് ഓഫ് ഇലക്ട്രോലൈറ്റിന് അനുഭവപ്പെടുന്ന കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ്. അതിൻ്റെ യൂണിറ്റും ഓം ഇൻവേഴ്സ് സെൻറ്റിമീറ്റർ സ്ക്വയർ ഇക്വാലൻറ്റ് ഇൻവേഴ്സ്. ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഇവിടെ മോൾ ഇൻവേഴ്സിന് പകരം ഇവിടെ എന്ത് വരുന്നു? ഇക്വാലൻറ്റ് ഇൻവേഴ്സ്. ഇവിടെ നമ്പർ ഓഫ് മോൾസ് ആണ് എടുക്കുന്നത്. മൊളാരിറ്റിയിൽ നമുക്കറിയാം നോർമാലിറ്റിയിൽ എന്താണ്? നമ്പർ ഓഫ് ഗ്രാം ഇക്വാലൻസ് ആണ്. അതിൻ്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഒന്നിൽ മോൾ ഇൻവേഴ്സ് മൊളാരിറ്റി ആണെങ്കിൽ, അതായത് മോളാർ കണ്ടക്റ്റൻസ് ആണെങ്കിൽ, ഇനി ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ് ആണെങ്കിൽ എന്താണ്? ഇക്വാലൻറ്റ് ഇൻവേഴ്സ്. പിന്നെ അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ലാംഡ എം ഈസ് ഈക്വൽ ടു സെഡ് ഇൻറ്റു ലാംഡ ഇ ക്യു. ഇതായി നമ്മൾ പഠിക്കേണ്ട ആവശ്യമുള്ളൂ. ഇതിൻ്റെ എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ പ്രീവിയസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ദെൻ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാകും. ഇതിൻ്റെ യൂണിറ്റ് എക്സാമിന് ചോദിക്കാറുണ്ട്, എൻട്രൻസിനും ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി രണ്ടിനും പൊതുവായിട്ടുള്ളൊരു ഇക്വേഷൻ ലാംഡ എം ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി. അതേപോലെ തന്നെ ലാംഡ ഇ ക്യു ഈസ് ഈക്വൽ ടു കാപ്പ ഇൻറ്റു വി. ഇതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? വോളിയം കൂടുമ്പോൾ എന്ത് കൂടും? മോളാർ കണ്ടക്റ്റൻസും കൂടും, ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസും കൂടും. ഒരു ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ്റെ വോളിയം കൂടുകയാണെങ്കിൽ, അഥവാ ഡയലൂഷൻ വർദ്ധിക്കുകയാണെങ്കിൽ, വോളിയം കൂടുമ്പോൾ ഡയലൂഷൻ കൂടുമല്ലോ. അപ്പം ഡയലൂഷൻ കൂടുകയാണെങ്കിൽ മോളാർ കണ്ടക്റ്റൻസും കൂടും, അതേപോലെ തന്നെ ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസും കൂടും. അപ്പം നമുക്കിങ്ങനെ പറയാം, ബോത്ത് മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഡയലൂഷൻ. ബിക്കോസ് വൈ ഇറ്റ് ഈസ് സോ? ബിക്കോസ് ഇൻ്റർഅയോണിക് അട്രാക്ഷൻ ഡിക്രീസസ്. വോളിയം കൂടുന്നതിൻ്റെ ഫലമായിട്ട് ഇൻ്റർഅയോണിക് അട്രാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് നമുക്കറിയാം, ഉദാഹരണമായിട്ട് നമ്മളിപ്പോൾ സോഡിയം ക്ലോറൈഡിലാണെങ്കിൽ Na+ഉം Cl- തമ്മിലുള്ള അട്രാക്ഷൻ എന്താണ്? കൂടുതലാണ്. നമ്മൾ വാട്ടർ ആഡ് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം വർദ്ധിക്കും, സൊല്യൂഷൻ്റെ വോളിയം വർദ്ധിക്കും. അപ്പം വാട്ടർ മോളിക്യൂൾസ് ഏതിൻ്റെ ഇടയിൽ വന്ന് നിൽക്കും? സോഡിയം അയോണിൻ്റെയും Cl- അയോൺസിൻ്റെയും ഇടയിൽ വന്ന് നിൽക്കും. അപ്പോൾ ഇൻ്റർഅയോണിക് അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. സോഡിയം ക്ലോറൈഡ് അയോണിനെ പിടിച്ചു നിർത്തുന്നത് എന്ത് ചെയ്യും? കുറയും. അപ്പം അയോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? നന്നായിട്ട് മൂവ് ചെയ്യാൻ പറ്റും. അപ്പം വോളിയം വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസും ഇൻക്രീസ് ചെയ്യും. അഥവാ ഡയലൂഷൻ വർദ്ധിക്കുന്നതിൻ്റെ ഫലമായിട്ട് മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസും ഇൻക്രീസ് ചെയ്യും. എന്തുകൊണ്ടാണ്? ചോദിക്കാം. വൈ മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഡയലൂഷൻ, increases with volume? ചോദിക്കാം. why it is so? because interionic attraction decreases. അപ്പോൾ എക്സാമിന് ഇങ്ങനെ ചോദിക്കും, both molar conductance and equivalent conductance increases with dilution because interionic attraction decreases. okay, then ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, ഇപ്പോൾ മോളാർ കണ്ടക്റ്റൻസ് നമ്മൾ പഠിച്ചു, ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസ് നമ്മൾ മനസ്സിലാക്കി. അപ്പം ഡയലൂഷനുമായിട്ട് അതെങ്ങനെ ബിഹേവ് ചെയ്യുന്നു? ഡയലൂഷൻ അനുസൃതമായിട്ട് മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസും കൂടുന്നു, കാരണം ഇൻ്റർഅയോണിക് അട്രാക്ഷൻ കുറയുന്നു. ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്, മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻറ്റ് കണ്ടക്റ്റൻസും ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുന്നു എന്ന് പറഞ്ഞു. രണ്ടും ഒരേപോലെയാണോ കൂടുന്നത്, അല്ല വ്യത്യാസങ്ങളുണ്ടോ എന്ന് നമുക്ക് പരിശോധിക്കണം. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് വ്യക്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാകണം. ഇലക്ട്രോലൈറ്റ്സ് എന്താണ്, ഏതൊക്കെ തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ട് എന്ന് നോക്കാം. അപ്പോൾ ഇലക്ട്രോലൈറ്റ്സ് ഞാൻ പ്രീവിയസ് ക്ലാസ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് ഇലക്ട്രോലൈറ്റ്സ്? ഇലക്ട്രോലൈറ്റ്സിൽ
എന്താണ് ഇലക്ട്രോലൈറ്റ്സ്? ഇലക്ട്രോലൈറ്റ്സ് ആർ ദ സബ്സ്റ്റൻസ് which can conduct electricity in their molten state or aqueous solution state. ഉരുകിയ അവസ്ഥയിലോ അല്ലെങ്കിൽ aqueous solution, അതായത് ജലീയ ലായനി അവസ്ഥയിലോ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന പദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ് എന്ത്? ഇലക്ട്രോലൈറ്റ്സ്. Electrolytes are the substance which can conduct electricity in their molten state or aqueous solution state. അപ്പം ഇലക്ട്രോലൈറ്റ്സ് രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, മറ്റൊന്ന് എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്. ഏതൊക്കെ തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ് ആണുള്ളത്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, മറ്റൊന്ന് എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. എന്താണ് ഈ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്? Strong electrolytes are the electrolytes which are completely ionized in aqueous solution or in molten state. പൂർണ്ണമായും അയോണിക രൂപത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കും. ഉരുകിയ അവസ്ഥയിലും ജലീയ ലായനി അവസ്ഥയിലും പൂർണ്ണമായിട്ടും അയോണായിട്ട് മാറിയിരിക്കുന്നുണ്ടെങ്കിൽ അത്തരം ഇലക്ട്രോലൈറ്റ്സിനെ നമ്മൾ എന്ത് വിളിക്കും? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കും. അപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആണ് ഓൾ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ബേസ്. bases. Example, sodium hydroxide, HCl, KOH, KCl, etc. വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ഇത് നിങ്ങൾ പിന്നെ ഫസ്റ്റ് ഇയറിൽ പഠിച്ചിട്ടുണ്ട്. വീക്ക് ആസിഡ് ഏതാണ്, വീക്ക് ബേസ് ഏതാണ്, സ്ട്രോങ് ആസിഡ് ഏതാണ്, സ്ട്രോങ് ബേസ് ഏതാണെന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച്. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റി. എന്താണ്? വിച്ച് ആർ കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ഇൻ ആക്വസ് സൊല്യൂഷൻ ഓർ മോൾട്ടൺ സ്റ്റേറ്റ്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റോ പാർഷ്യലി അയണൈസ്ഡ് ആയിരിക്കും, ഭാഗികമായിട്ട് അയണൈസേഷന് വിധേയമായിരിക്കുന്ന ഇലക്ട്രോലൈറ്റ്സിന് എന്ത് വിളിക്കാം? നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് വിളിക്കാം, അല്ലേ? വീക്ക് ഇലക്ട്രോലൈറ്റ്സ് ആർ ദോസ് ഇലക്ട്രോലൈറ്റ്സ് വിച്ച് ആർ പാർഷ്യലി അയണൈസ്ഡ് ഇൻ ആക്വസ് സൊല്യൂഷൻ ഓർ മോൾട്ടൺ സ്റ്റേറ്റ്. അപ്പം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ നിങ്ങൾക്കറിയാം. എന്താണ്? എല്ലാ സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസും ഏതിന് എക്സാമ്പിൾ ആണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ ആണെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് എന്തായിരിക്കും എക്സാമ്പിൾ? ഓൾ വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസ്. അപ്പം എക്സാമ്പിൾ എന്താണ്? എക്സാമ്പിൾ ഓൾ വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസ്. ആസിഡ്സ് ആൻഡ് വീക്ക് ബേസസ്. ഓക്കെ, എല്ലാ വീക്ക് ആസിഡ്സും വീക്ക് ബേസസും എന്തിന് എക്സാമ്പിളാണ്? വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിളാണ്. വീക്ക് ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് ഒന്നും കൂടെ പറയാം. ദോസ് ഇലക്ട്രോലൈറ്റ്സ് വിച്ച് ആർ പാർഷ്യലി അയോണൈസ്ഡ് ഇൻ മോൾട്ടൺ സ്റ്റേറ്റ് ഓർ അക്വസ് സൊല്യൂഷൻ സ്റ്റേറ്റ്. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, നമ്മളിപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ ആകുമ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഇതിന് എക്സാമ്പിൾ ഇപ്പോൾ സോഡിയം ഹൈഡ്രോക്സൈഡ്. ഈ സോഡിയം ഹൈഡ്രോക്സൈഡ് Na+OH- ഇങ്ങനെയാണ് അയോണൈസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് വീക്ക് ഇലക്ട്രോലൈറ്റിന് എക്സാമ്പിൾ നമുക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് ഉപയോഗിക്കാം. അമോണിയം ഹൈഡ്രോക്സൈഡ് എടുക്കാം, എസറ്റിക് ആസിഡ് എടുക്കാം. ഉദാഹരണമായിട്ട് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഇലക്ട്രോലൈറ്റ് അമോണിയം ഹൈഡ്രോക്സൈഡ് ആകട്ടെ. അമോണിയം ഹൈഡ്രോക്സൈഡ് ഇത് ഡിസോസിയേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ്, NH4+ഉം OH-ഉം. അതായത് വിഘടിച്ച അയോണും വിഘടിക്കാത്ത മോളിക്യൂൾസും തമ്മിൽ ഇക്വിലിബ്രിയം കാണാൻ പറ്റും. എവിടെ? വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. അതേ സ്ഥാനത്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ അത്തരം ഒരു ഇക്വിലിബ്രിയം കാണാൻ പറ്റുമോ? ഇല്ല. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ എന്താണ്? കംപ്ലീറ്റ്ലി അയോണൈസ്ഡ് ആണ്. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ കുറച്ച് മോളിക്യൂൾസ് എന്താണ്? അയോണീകരിച്ചിട്ടുണ്ട്, ബാക്കിയുള്ളവ അയോണീകരിക്കാതെ അവിടെ നിൽക്കുന്നത്. അവ തമ്മിലൊരു ഇക്വിലിബ്രിയം കാണാൻ പറ്റും. അപ്പോൾ ഇക്വിലിബ്രിയം എവിടെ കാണാൻ പറ്റും? Where we can see the equilibrium? Only in the case of the weak electrolyte. We cannot see the equilibrium in the case of strong electrolyte. Have you got the idea? അപ്പോൾ ഇക്വിലിബ്രിയം എവിടെ മാത്രമേ കാണാൻ പറ്റും? വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ മാത്രമേ കാണാൻ പറ്റും. പലപ്പോഴും എൻട്രൻസിന് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ എന്ത് പറയാം? ഓൺലി ദ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് കണ്ടെയ്ൻ ഓൺലി അയോൺസ്. ഈസ് ഇറ്റ് കറക്റ്റ്?
Okay, it is correct. Only ions. But in weak electrolytes, we can see both ions and molecules. വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ വിഘടിക്കാത്ത മോളിക്യൂൾസ് ഉണ്ട്, അതോടൊപ്പം തന്നെ എന്തുണ്ട്, അയോൺസ് ഉണ്ട്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ എന്ത് മാത്രമേ കാണുന്നുള്ളൂ, അയോൺസ് മാത്രമേ കാണുന്നുള്ളൂ, കംപ്ലീറ്റ് ആയിട്ട് അയോണൈസ് ചെയ്തിട്ടുണ്ട്. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ രണ്ടുമുണ്ട്, മോളിക്യൂൾസ് ഉണ്ട്, അയോൺസ് ഉണ്ട്. അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റ്സും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൽ എന്ത് മാത്രമേ ഉള്ളൂ, only ions. But in weak electrolytes contain both ions and molecules. Have a good idea? അപ്പം നമ്മുടെ ചർച്ച, നമ്മുടെ ഡിസ്കഷൻ ഈ മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസും വീക്ക് ഇലക്ട്രോലൈറ്റ്സിനും സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിനും ഒക്കെ ഒരേപോലെയാണോ ബാധിക്കുന്നത്? നമുക്കറിയാം മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസും എന്താണ്, ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുന്നുണ്ട്. മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസും എന്ത് ചെയ്യുന്നു, ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുന്നു. കാരണം ഇൻ്റർഅയോണിക് അട്രാക്ഷൻ കുറയുകയാണ്. അപ്പോൾ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും ഒരേപോലെയാണോ മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസും കൂടുന്നത്? ഒന്ന് പരിശോധിക്കണം, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യണം, നോക്കാം. അപ്പോൾ നമുക്ക് എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്നുള്ളത് മനസ്സിലായല്ലോ. ഒന്നും കൂടെ പറയേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഇലക്ട്രോലൈറ്റ് എന്താണ്? ദ സബ്സ്റ്റൻസ് വിച്ച് ക്യാൻ ഫർണിഷ് ions in molten state or aqueous solution state, thereby they can conduct electricity. അതായത് ഉരുകിയ അവസ്ഥയിലോ ജലീയ ലായനീയ അവസ്ഥയിലോ ഇലക്ട്രിസിറ്റിയെ കണ്ടക്ട് ചെയ്യാൻ പറ്റുന്ന പദാർത്ഥങ്ങൾക്കാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ഇലക്ട്രോലൈറ്റ്സ്. കാരണം അവയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും, അയോൺസിനെ ഫർണിഷ് ചെയ്യാൻ പറ്റും. അത് രണ്ട് തരത്തിലുണ്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ഉണ്ട്, വീക്ക് ഇലക്ട്രോലൈറ്റ് ഉണ്ട്. എന്താണ് സ്ട്രോങ്, എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് നിങ്ങൾക്കറിയാം. പൂർണ്ണമായിട്ടും അയോൺസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് സ്ട്രോങ്ങും, ഭാഗികമായിട്ട് അയോൺസിനെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത് വീക്ക് ഇലക്ട്രോലൈറ്റും. അപ്പോൾ നമുക്ക് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ എക്സാമ്പിൾ പഠിക്കേണ്ട, വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ എക്സാമ്പിൾ പഠിച്ചാൽ മതി. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഒരു ഓൾ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ബേസ്. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് ഞാൻ എക്സാമ്പിൾ പറയാം. വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, അമോണിയം ഹൈഡ്രോക്സൈഡ്, ബേസിക് ആയിട്ടുള്ള അമോണിയം ഹൈഡ്രോക്സൈഡ് വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്. വീക്ക് ഇലക്ട്രോലൈറ്റ്. അതേപോലെ തന്നെ അസറ്റിക് ആസിഡ് ആണെങ്കിൽ HCl, ഇത്രയും മതി. എക്സാമ്പിൾ കാർബോണിക് ആസിഡ് വേണമെങ്കിൽ വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ്, വീക്ക് ആസിഡ് ആണല്ലോ കാർബോണിക് ആസിഡ്. ഓക്കെ, വീക്ക് ഇലക്ട്രോലൈറ്റും എക്സാമ്പിൾ. ബാക്കിയുള്ളതൊക്കെ എന്താണ്, സ്ട്രോങ് ആസിഡും സ്ട്രോങ് ബേസൊക്കെ എന്താണ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്, അപ്പോൾ നമുക്ക് എന്തൊക്കെ മനസ്സിലായി, എന്താണ് ഇലക്ട്രോലൈറ്റ്സ് എന്ന് മനസ്സിലായി, ഏതൊക്കെ തരത്തിലുള്ള ഇലക്ട്രോലൈറ്റ്സ് ഉണ്ടെന്ന് മനസ്സിലായി. ഏതൊക്കെ തരത്തിലുള്ളതുണ്ട്, സ്ട്രോങ് ഉണ്ട്, വീക്ക് ഉണ്ട്. എന്താണ് സ്ട്രോങ്ങും വീക്കും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, എക്സാമിനൊന്നും ചോദിക്കില്ല, അത് ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്, എന്നാലും മനസ്സിലാക്കുക. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ്ലി അയണൈസ്ഡ് ആണ്, വീക്ക് ഇലക്ട്രോലൈറ്റ് എന്താണ്, പാർഷ്യലി അയണൈസ്ഡ് ആണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ് ഓൾ സ്ട്രോങ് ആസിഡ്സ് ആൻഡ് സ്ട്രോങ് ബേസസ് ആർ എക്സാമ്പിൾ ഫോർ വാട്ട്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റ്സിന് എക്സാമ്പിൾ എന്താണ്, ഓൾ വീക്ക് ആസിഡ്സ് ആൻഡ് വീക്ക് ബേസ്. ദെൻ ഇനി എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് തമ്മിലുള്ള ഡിഫറൻസ്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്ൻ ഓൺലി അയോൺസ്, ബട്ട് ഇൻ വീക്ക് ഇലക്ട്രോലൈറ്റ് കണ്ടെയ്ൻ ബോത്ത് അയോൺസ് ആൻഡ് molecules. We can see the equilibrium between these molecules and ions. അപ്പോൾ ഇക്വിലിബ്രിയം എവിടെ മാത്രമാണ് കാണുന്നത്, വീക്ക് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിലാണ്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലുമുള്ള വേരിയേഷൻ എന്താണ്, മോളാർ കണ്ടക്റ്റൻസിൻ്റെയും ഇക്വാലൻ കണ്ടക്റ്റൻസിൻ്റെയും. നമുക്ക് എന്ത് പറയാം, മോളാർ കണ്ടക്റ്റൻസ് എടുത്ത് ഡിസ്കഷൻ നടത്താം. ഇതേപോലത്തെയാണ് ഇക്വാലൻ കണ്ടക്റ്റൻസിൻ്റെയും. ഇക്വാലൻ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ മോളാർ കണ്ടക്റ്റൻസ് ഏതെങ്കിലും ഒന്നാണ് എക്സാമിന് ചോദിക്കുക. രണ്ടും ഒരേ പാറ്റേണിലാണ് വ്യത്യാസം വരുന്നത്. അതായത് മോളാർ കണ്ടക്റ്റൻസ് എടുക്കുന്നു, അതേപോലെ തന്നെയാണ് ഇക്വാലൻ കണ്ടക്റ്റൻസും. അപ്പോൾ മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസിനുള്ള വേരിയേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും ഒരേപോലെയാണോ എന്നാണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നോക്കാം. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. Variation of മോളാർ കണ്ടക്റ്റൻസിനെ ലാംഡ എം കൊണ്ട് സൂചിപ്പിക്കും. മോളാർ കണ്ടക്റ്റൻസ് ഓർ ഇക്വിവലന്റ് കണ്ടക്റ്റൻസ്. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് ഓർ ഇക്വിവലന്റ് കണ്ടക്റ്റൻസ് ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതായത് വേരിയേഷൻ
മോളാർ കണ്ടക്റ്റൻസിൻ്റെയും ഇക്വാലൻ്റ് കണ്ടക്റ്റിൻ്റെയും വേരിയേഷൻ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും കേസിൽ എങ്ങനെയായിരിക്കും, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്കിതിനെ ഫസ്റ്റ് ഒരു ഗ്രാഫിക്കലി ഇതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഇത് ഗ്രാഫ്, ഇവിടെ 0, ഇതിൻ്റെ കോൺസെൻട്രേഷൻ 0 ആയിട്ട് എടുക്കാം. നമുക്കറിയാം കോൺസെൻട്രേഷൻ 0 ആണ്. അപ്പോൾ ഇങ്ങോട്ട് പോകും തോറും കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ കൂടുകയാണ്. കോൺസെൻട്രേഷന് നമ്മൾ √C പറയാം. എന്തുകൊണ്ടാണ് √C എടുത്തത്, എന്തുകൊണ്ട് C എടുത്തില്ല? അത് നമുക്കറിയാം ഡിബൈ-ഹക്കൾ-ഓൺസാഗർ ഇക്വേഷനിൽ വെച്ച് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് കൊണ്ടാണ് നമ്മൾ √C എടുത്തിരിക്കുന്നത്. എനിവേ ഇങ്ങോട്ട് പോകും തോറും കോൺസെൻട്രേഷൻ കൂടുകയാണ്, ഇങ്ങോട്ട് വരും തോറും കോൺസെൻട്രേഷൻ എന്ത് ചെയ്യും? കുറയും. 0യിലേക്ക് വരുമ്പോൾ കോൺസെൻട്രേഷൻ കുറയുകയാണല്ലോ. ദെൻ ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം? λm എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്ത് കൊടുക്കാം? ഓർ λEq, മോളാർ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്. ഓക്കെ, ഇനി ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എന്തായിരിക്കും? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എന്തായിരിക്കും നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്ന എക്സാമ്പിൾ NaOH ആണെങ്കിൽ NaOH മോളാർ കണ്ടക്റ്റൻസ്, ഇവിടെ കോൺസെൻട്രേഷൻ കൂടുതലല്ലേ? കോൺസെൻട്രേഷൻ കൂടുതലാകുമ്പോൾ മോളാർ കണ്ടക്റ്റൻസ് എന്തായിരിക്കും? കൂടുതലായിരിക്കും. മോളാർ കണ്ടക്റ്റൻസ് കോൺസെൻട്രേഷൻ കൂടുന്നു, അപ്പോൾ എന്ത് ചെയ്യും? മോളാർ കണ്ടക്റ്റൻസ് ഉണ്ട്. ദെൻ ഇനി കോൺസെൻട്രേഷൻ എന്ത് ചെയ്യുന്നു? നമ്മൾ കുറയ്ക്കുന്നു. ഇങ്ങോട്ട് വാട്ടർ ആഡ് ചെയ്ത്, ഉദാഹരണമായിട്ട് നമുക്കിങ്ങനെ ചെയ്യാം. ഇത് സോഡിയം ഹൈഡ്രോക്സൈഡാണ്, ഇവിടെ സോഡിയം ഹൈഡ്രോക്സൈഡ് എടുത്തിരിക്കുന്നു. യെസ്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒരു ഇലക്ട്രിസിറ്റിയുടെ സഹായത്താൽ ഒരു ബൾബിനെ പ്രകാശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു? കോൺസെൻട്രേഷൻ കൂടിയത് കൊണ്ട് തന്നെ നമ്പർ ഓഫ് അയോൺസ് കൂടുതലാണ്, ബൾബ് നന്നായിട്ട് പ്രകാശിക്കും. ഇതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? വാട്ടർ ആഡ് ചെയ്യുന്നു. വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ഡയലൂഷൻ വർദ്ധിക്കും, അഥവാ വോളിയം കൂടും, ഡയലൂഷൻ വർദ്ധിക്കും, കോൺസെൻട്രേഷൻ കുറയും. മനസ്സിലായില്ലേ? ഡയലൂഷൻ വർദ്ധിക്കുക. നമ്മളിപ്പം പഞ്ചസാര വെള്ളം എടുത്ത് അതിലേക്ക് വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മധുരം കുറയുമല്ലോ, അതായത് കോൺസെൻട്രേഷൻ കുറയുമല്ലോ, അഥവാ ഡയലൂഷൻ എന്ത് ചെയ്യും? നേർപ്പിക്കൽ എന്ത് ചെയ്യും? കൂടും, ഡയലൂഷൻ കൂടും. ഡയലൂഷൻ കൂടുന്നതിൻ്റെ ഫലമായിട്ട് അയോൺസ് തമ്മിലുള്ള അട്രാക്ഷൻ എന്ത് ചെയ്യും? കുറയും. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇൻ്റർ അയോണിക് അട്രാക്ഷൻ എന്ത് ചെയ്യും? ഡിക്രീസ് ചെയ്യും. അതായത് സോഡിയം ഹൈഡ്രോക്സൈഡിലുള്ള Na+ഉം OH- തമ്മിലുള്ള ആകർഷണ ബലം കുറയും. അതിൻ്റെ ഇടയിൽ എന്ത് വന്ന് നിൽക്കും? വാട്ടർ മോളിക്യൂൾസ് വന്ന് നിൽക്കും. കാരണം വാട്ടർ ആഡ് ചെയ്യുന്നുണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഇടയിൽ എന്ത് ചെയ്യും? വാട്ടർ മോളിക്യൂൾസ് വന്ന് നിൽക്കും. തൽഫലമായിട്ട് അവ തമ്മിലുള്ള അട്രാക്ഷൻ കുറയുകയും നന്നായിട്ട് മൂവ്മെൻറ്റ് പോസിബിൾ ആകുകയും ചെയ്യും. അയോൺസിൻ്റെ മൂവ്മെൻറ്റ് ഈസിയാകും. മൂവ്മെൻറ്റ് ഈസി ആകുന്നതിൻ്റെ ഫലമായിട്ട് എന്ത് ചെയ്യും? കണ്ടക്ഷൻ ഇങ്ങനെ കൂടും, കണ്ടക്ഷൻ കൂടും അല്ലേ? അതായത് മോളാർ കണ്ടക്റ്റൻസ് അല്ലെങ്കിൽ ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ് ഇങ്ങനെ കൂടിക്കൂടി വരും. ഏതിനനുസൃതമായിട്ട്? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസൃതമായിട്ട്, അഥവാ ഡയലൂഷൻ കൂടുന്നതിനനുസൃതമായിട്ട്. അപ്പോൾ നമുക്കിങ്ങനെ പ്ലോട്ട് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഗ്രാഫ് ഇങ്ങനെ പ്ലോട്ട് ചെയ്യാം അല്ലേ? അതായത് മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസസ് as the concentration decreases or dilution increases. Molar conductance of strong electrolyte increases. Why? എന്തുകൊണ്ടാണ്? Because interionic attraction decreases with dilution കൂടുന്നതിനനുസൃതമായിട്ട്, അഥവാ കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസൃതമായിട്ട് ഇന്റർഅയോണിക് അട്രാക്ഷൻ കുറയുന്നു. തൽഫലമായിട്ട് മോളാർ കണ്ടക്റ്റൻസ് ഓർ ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്, മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ്റ് കണ്ടക്റ്റൻസും എന്ത് ചെയ്യുന്നു? കൂടുന്നു. ഓക്കെ, പക്ഷേ ഇത് 0 ഡയലൂഷനിൽ എത്തുമ്പോൾ, അതായത് കോൺസെൻട്രേഷൻ അങ്ങ് കുറഞ്ഞ് മാക്സിമം ആകും, കോൺസെൻട്രേഷനിൽ കുറഞ്ഞ് ഡയലൂഷൻ അങ്ങ് മാക്സിമം ആകുമ്പോൾ എന്ത് ചെയ്യും? പിന്നെ യാതൊരു ചേഞ്ചും ഉണ്ടാകില്ല. കാരണം അയോൺസ് തമ്മിൽ എന്ത് ചെയ്യുന്നു? വളരെ അകന്നു കഴിഞ്ഞാൽ പിന്നെ വീണ്ടും വാട്ടർ ആഡ് ചെയ്യുന്നത് കൊണ്ട് എന്ത് ചെയ്യുന്നില്ല? മോളാർ കണ്ടക്റ്റൻസ് കൂടുന്നില്ല. When it approaches to 0 concentration, molar conductance of the strong electrolytes become constant. അതായത് മോളാർ കണ്ടക്റ്റൻസ് എന്ത് ചെയ്യും? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കോൺസ്റ്റൻ്റ് ആയിട്ട് മാറും. എപ്പോൾ? 0 കോൺസെൻട്രേഷനിൽ എത്തുമ്പോൾ, അല്ലെങ്കിൽ ഇൻഫിനിറ്റ് ഡയലൂഷനിൽ എത്തുമ്പോൾ, മാക്സിമം ഡയലൂഷനിൽ എത്തുമ്പോൾ മോളാർ കണ്ടക്റ്റൻസിന് എന്തുണ്ടാകില്ല? യാതൊരുവിധ ചേഞ്ചസ് ഉണ്ടാകില്ല. ഇറ്റ് പ്രാക്ടിക്കലി ബിക്കം കോൺസ്റ്റൻറ്റ്.
ഇത് ഏതിൻ്റെ കേസിലാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ. നമുക്ക് നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എന്ത് ചെയ്യുന്നു? മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഡയലൂഷൻ because interionic attraction decreases. Now, interionic attraction decreases with the dilution. It becomes constant when it is approaches to zero concentration or infinite dilution. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് ഡയലൂഷൻ കുറയുന്നതിനനുസൃതമായിട്ട് ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ബിക്കം കോൺസ്റ്റൻറ്റ് വെൻ ഇറ്റ് ഈസ് അപ്രോച്ചസ് ടു സീറോ കോൺസെൻട്രേഷൻ. ഓക്കെ, ഇനി നമുക്ക് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസ് നോക്കാം. വീക്ക് ഇലക്ട്രോലൈറ്റിന് നമുക്ക് അമോണിയം ഹൈഡ്രോക്സൈഡ് എക്സാമ്പിളായിട്ട് എടുക്കാം. ഏതിനെ എക്സാമ്പിളായിട്ട് എടുക്കാം? അമോണിയം ഹൈഡ്രോക്സൈഡ്. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് കോൺസെൻട്രേഷൻ കൂടിയ അവസ്ഥയിൽ എവിടെയായിരിക്കും? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ മുകളിലാണോ താഴെയാണോ? എവിടെയായിരിക്കും? നിങ്ങൾ പറ, എവിടെയായിരിക്കും? ചുവടെയായിരിക്കും. കാരണം വീക്ക് ഇലക്ട്രോലൈറ്റ്സിൽ നമ്പർ ഓഫ് അയോൺസ് കുറവായിരിക്കും. കോൺസെൻട്രേറ്റഡ് സൊല്യൂഷനിൽ നമ്പർ ഓഫ് അയോൺസ് എന്തായിരിക്കും? കുറവായിരിക്കും. വീക്ക് ഇലക്ട്രോലൈറ്റ് നമുക്കറിയാമല്ലോ, പാർഷ്യലി ഡിസോസിയേറ്റഡ് ആയിട്ടുള്ള ഇലക്ട്രോലൈറ്റ്സിനെയാണല്ലോ നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്പർ ഓഫ് അയോൺസ് കുറവായിരിക്കും. നമ്പർ ഓഫ് അയോൺസ് കുറയുമ്പം കണ്ടക്റ്റൻസും എന്തായിരിക്കും? കുറവായിരിക്കും. അപ്പോൾ നമുക്ക് എവിടെ വരയ്ക്കണം? ഇവിടെ വരയ്ക്കാം. ഓക്കെ, ഇനി ഡയലൂഷൻ കൂടുന്നു. നമ്മളിങ്ങനെ ഇവിടെ ഇത് വീക്ക് ഇലക്ട്രോലൈറ്റ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ബൾബുണ്ട്, അതിങ്ങനെ ഗ്ലോ ചെയ്യുന്നു. ഏതാണ് ഇൻറ്റൻസീവ്ലി ഗ്ലോ ചെയ്യുക? വീക്ക് ഇലക്ട്രോലൈറ്റ് ആണോ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലുള്ള ബൾബാണോ? ഏതാണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിലുള്ള ബൾബാണ് ഇൻറ്റൻസീവ്ലി ഗ്ലോ ചെയ്യുക. എന്തുകൊണ്ട്? അവിടെ നമ്പർ ഓഫ് അയോൺസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ട് ഇങ്ങനെ ചോദിക്കാം, how to distinguish the strong and weak electrolytes? By just measuring the conductance. Which can conduct more electricity? Strong electrolytes. Why? Because it contains large number of ions than the weak electrolyte. But strong electrolytesനെയും weak electrolytesനെയും വേർതിരിച്ചറിയാൻ പറ്റും, ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ പറ്റും by measuring the conductance. Which one can conduct more electricity? Strong electrolyte. Why? Because they contain large number of ions. Okay. അപ്പം വീക്ക് ഇലക്ട്രോലൈറ്റിലുള്ള ബൾബ് വളരെ കുറഞ്ഞ രൂപത്തിലാണ് ഗ്ലോ ചെയ്യുന്നത്, ഇൻറ്റൻസിറ്റി കുറഞ്ഞ രൂപത്തിലാണ് ഗ്ലോ ചെയ്യുക. ഇനി നമ്മൾ അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുന്നു, ഡയലൂഷൻ വർദ്ധിക്കുന്നു. ഡയലൂഷൻ വർദ്ധിക്കുന്നതിനനുസൃതമായിട്ട് മോളാർ കണ്ടക്റ്റൻസ് കൂടിക്കൂടി വരുന്നു. എന്തുകൊണ്ടാണ് മോളാർ കണ്ടക്റ്റൻസ് കൂടിക്കൂടി വരാൻ കാരണം? ഇന്റർഅയോണിക് അട്രാക്ഷൻ കുറയുന്നു. നേരത്തെ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിൻ്റെ കേസിൽ പറഞ്ഞ മാതിരി എന്താണ്? ഇന്റർഅയോണിക് അട്രാക്ഷൻ കുറയുന്നു. തൽഫലമായിട്ട് മോളാർ കണ്ടക്റ്റൻസ് അഥവാ ഇക്വാലൻ കണ്ടക്റ്റൻസ് ഒക്കെ കൂടിക്കൂടി വരുന്നു. പക്ഷേ സീറോ കോൺസെൻട്രേഷനിലേക്ക് എത്തുമ്പോൾ അഥവാ ഇൻഫിനിറ്റ് ഡയലൂഷനിലേക്ക് എത്തുമ്പോൾ മോളാർ കണ്ടക്റ്റൻസിൻ്റെ കൂടുതൽ ഒരു അബ്രപ്റ്റ് ചേഞ്ച്, സഡൻ ചേഞ്ച്, ഒരു സ്റ്റീപ്പ് ചേഞ്ചസ് കാണാൻ പറ്റുന്നു. ഇങ്ങനെയാണ് മോളാർ കണ്ടക്റ്റൻസ് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെത് കാണാൻ പറ്റുന്നത്. ഫസ്റ്റ് മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസസ് സ്ലോലി, ദെൻ റാപ്പിഡലി. വൈ ഇറ്റ് ഈസ് സോ? അതായത് ഇന്റർഅയോണിക് അട്രാക്ഷൻ കുറയുന്നുണ്ട്, അതോടൊപ്പം തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൽ വിഘടിക്കാത്ത മോളിക്യൂൾസും കൂടെ വിഘടിക്കുന്നു. നമുക്കറിയാം, ഫസ്റ്റ് ഇയറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഓസ്റ്റ്വാർഡ്സ് ഡയലൂഷൻ ലോ. Kc ഈസ് ഈക്വൽ ടു ആൽഫ ഈസ് ഈക്വൽ ടു K/C അല്ലെ K/C. ഇതെന്താണ്? ആൽഫ ഡിസോസിയേഷൻ അല്ലേ. ദെൻ ഡിസോസിയേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ് കൂടുന്നു. ഏത് കുറയുന്നതിനനുസൃതമായിട്ട്? കോൺസെൻട്രേഷൻ കുറയുന്നതിനനുസൃതമായിട്ട്, അല്ലെങ്കിൽ ഡയലൂഷൻ കൂടുന്നതിനനുസൃതമായിട്ട് ഡിസോസിയേഷൻ കൂടും. ഇത് ഏതിൻ്റെ കേസിൽ മാത്രമാണ്? വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ മാത്രമാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഉണ്ടാകുമോ? ഇല്ല. കാരണം സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എന്തില്ല? ഇക്വിലിബ്രിയം കാണാൻ പറ്റുന്നില്ല. ഈ ഒരു ഇക്വേഷൻ ഏതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ഇക്വിലിബ്രിയത്തെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഡയലൂഷൻ കൂടുമ്പോൾ എന്തും കൂടെ കൂടുന്നു? നമ്പർ ഓഫ് അയോൺസും കൂടെ കൂടുന്നു. ഇന്റർഅയോണിക് അട്രാക്ഷൻ കുറയുന്നു, അതോടൊപ്പം തന്നെ നമ്പർ ഓഫ് അയോൺസ് കൂടുകയും ചെയ്യുന്നു. തൽഫലമായിട്ട് അബ്രപ്റ്റ് ചേഞ്ച്, സ്റ്റീപ്പ് ചേഞ്ച് എന്ത് കാണാൻ പറ്റുന്നു? നമുക്ക് മോളാർ കണ്ടക്റ്റൻസിൻ്റെ
കൂടുന്നതായിട്ട് കാണാൻ പറ്റും. മോളാർ കണ്ടക്റ്റൻസ് വളരെ പെട്ടെന്ന് തന്നെ കൂടുന്നു വെൻ ഇറ്റ് ഈസ് അപ്രോച്ചസ് ടു സീറോ കോൺസെൻട്രേഷൻ. നമുക്ക് എങ്ങനെ പറയാം? ഇൻ ദ കേസ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്, molar conductance increases slowly at first, then become rapidly because number of ions increases, moreover interionic attraction decreases. It does not become constant when it is approaches to zero concentration. Zero concentration എത്തുമ്പോൾ അത് കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നുണ്ടോ? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ കോൺസ്റ്റന്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്ത് ചെയ്യുന്നില്ല? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നില്ല. ഇറ്റ് ഡസ് നോട്ട് ബിക്കം കോൺസ്റ്റന്റ്. സോ വി കനോട്ട് എക്സ്ട്രാപ്ലോട്ട് ദ ഗ്രാഫ് ഓൺ ദ വൈ ആക്സിസ്. വൈ ആക്സിസിലേക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? എക്സ്ട്രാപ്ലോട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതേ സ്ഥാനത്ത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് എക്സ്ട്രാപ്ലോട്ട് ചെയ്ത് വൈ ആക്സിസിൽ മുട്ടിച്ച് ഇന്റർസെപ്റ്റ് ചെയ്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? മോളാർ കണ്ടക്റ്റൻസ് അറ്റ് സീറോ കോൺസെൻട്രേഷൻ ഓർ ഇൻഫിനിറ്റ് ഡയലൂഷനിൽ കാണാൻ പറ്റും. അപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് മോളാർ കണ്ടക്റ്റൻസ് അറ്റ് സീറോ കോൺസെൻട്രേഷൻ ഓർ ഇൻഫിനിറ്റ് ഡയലൂഷൻ കണ്ടെത്താൻ പറ്റും. ഹൗ? ബൈ എക്സ്ട്രാപ്ലോട്ടിംഗ് ദ ഗ്രാഫ് ഓൺ ദി വൈ ആക്സിസ്. Can you find the molar conductance of weak electrolyte at zero concentration? No. Why? Because it does not become constant. So we cannot extrapolate the graph on the y-axis. അതായത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് സീറോ കോൺസെൻട്രേഷനിലുള്ള മോളാർ കണ്ടക്റ്റൻസ് കാണാൻ പറ്റില്ല. കാരണം നമുക്ക് ഈ ഗ്രാഫിനെ എക്സ്ട്രാപ്ലോട്ട് ചെയ്യാൻ പറ്റുമോ? വൈ ആക്സിസിലേക്ക് ഇന്റർസെപ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഇറ്റ് ഡസ് നോട്ട് ബിക്കം കോൺസ്റ്റന്റ്. വൈ ഇറ്റ് ഡസ് നോട്ട് ബിക്കം കോൺസ്റ്റന്റ്? ആസ് ഇറ്റ് അപ്രോച്ചസ് ടു സീറോ കോൺസെൻട്രേഷൻ, ഇൻഫിനിറ്റ് ഡയലൂഷൻ, number of ions increases. Moreover, interionic attraction decreases. So the change of molar conductance is or equivalent conductance is abrupt. Sudden changes കാണാൻ പറ്റും. വളരെ പെട്ടെന്നുള്ള ചേഞ്ചസ് കാണാൻ പറ്റും. ഇത് സാധാരണഗതിയിൽ നമ്മൾ എക്സാമിന് ചോദിക്കാറാണ്. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് or equivalent conductance of strong and weak electrolyte. നമുക്ക് പറയാം strong electrolyte ന്റെ കേസിൽ molar conductance increases because interionic attraction decreases. It becomes constant when it is approaches to zero concentration. So we can extrapolate the graph on the y-axis. Thereby we can find out lambda 0 m of strong electrolyte. അതായത് molar conductance at zero concentration or molar conductance at infinite dilution of strong electrolyte നമുക്ക് കാണാൻ പറ്റും by extrapolating the graph on the y-axis. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ അങ്ങനെയാണോ വേരിയേഷൻ? അല്ല. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എന്താണ്? മോളാർ കണ്ടക്റ്റൻസ് ഇൻക്രീസസ് സ്ലോലി അറ്റ് ഫസ്റ്റ് ആസ് ദ ഡയലൂഷൻ ഇൻക്രീസസ് ഓർ കോൺസെൻട്രേഷൻ ഡിക്രീസസ്, ദെൻ ബിക്കം റാപ്പിഡ്ലി ബിക്കോസ് നമ്പർ ഓഫ് അയോൺ ഇൻക്രീസസ്, മോർ ഓവർ ഇന്റർഅയോണിക് അട്രാക്ഷൻ ഡിക്രീസസ്. So we can know it does not become constant when it is approaches to zero concentration. ഇത് സീറോ കോൺസെൻട്രേഷനിൽ എത്തുമ്പോൾ എന്ത് ചെയ്യുന്നില്ല? കോൺസ്റ്റന്റ് ആയിട്ട് മാറുന്നില്ല. So we cannot extrapolate the graph on the y-axis. So we cannot find lambda 0 m of weak electrolyte. അതുകൊണ്ട് തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് കാണാൻ പറ്റില്ല ഇൻഫിനിറ്റ് ഡയലൂഷനിൽ അഥവാ സീറോ കോൺസെൻട്രേഷനിൽ നമുക്ക് കാണാൻ പറ്റില്ല. ഇപ്പോൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കാണാൻ പറ്റും, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെത് കാണാൻ പറ്റില്ല. ഇത് എക്സാമിന് ഏതൊക്കെ രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക, ഈ ഏരിയയിൽ നിന്ന് ഏതൊക്കെ രൂപത്തിലാണ് ക്വസ്റ്റ്യൻസ് വരിക ഒന്ന് നോക്കാം. അപ്പോൾ നമുക്കിങ്ങനെ നോക്കാം. വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വാലന്റ് കണ്ടക്റ്റൻസ് വിത്ത് ഡയലൂഷൻ. ബോത്ത് മോളാർ കണ്ടക്റ്റൻസ് ആൻഡ് ഇക്വാലന്റ് കണ്ടക്റ്റൻസ് ഇൻക്രീസസ് വിത്ത് ഡയലൂഷൻ ബിക്കോസ് ഇന്റർഅയോണിക് അട്രാക്ഷൻ ഡിക്രീസസ് വിത്ത് ഡയലൂഷൻ. ഡയലൂഷൻ അനുസൃതമായിട്ട് ഇന്റർഅയോണിക് അട്രാക്ഷൻ ഡിക്രീസ് ചെയ്തത്. Whether the variation of molar conductance and equivalent conductance is same in the case of strong and weak electrolytes. Weak electrolyte ന്റെ കേസിലും സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും ഒരേപോലെയാണോ ഈ വേരിയേഷൻ ഉള്ളത്? അല്ല, ഡിഫറൻ്റ് ആണ്. ഒന്ന് നോക്കാം. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ടാണ് വേരിയേഷനെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റുന്നത്. അതേ സ്ഥാനത്ത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എന്താണ്? കേർവ്ഡ് ഫാഷനിലാണ് എന്ത് ചെയ്യുന്നത്? വേരിയേഷൻ കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ചോദിക്കും ഒരു പക്ഷേ, ഗ്രാഫ് എ, ഗ്രാഫ് ബി represent
which electrolyte? Graph A represents strong electrolyte. Graph B represent weak electrolyte. Justify your answer. ചോദിക്കാം. Justify ചെയ്യാൻ പറ്റില്ലോ. Molar conductance of strong electrolytes increases with dilution because interionic attraction decreases. Then it become constant when it is approaches to zero concentration. ഒരു പക്ഷേ സബ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരെ ചോദിക്കാം. Can you find molar conductance of strong electrolyte from the graph? Yes. How? By extrapolating the graph on the y-axis. Can you find the molar conductance of weak electrolyte from the graph? No, because it does not become constant when it is approaches to zero concentration. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത് മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസും ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുന്നുണ്ട്. പക്ഷേ രണ്ട് സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും അത് വ്യത്യസ്ത ഫാഷനിലാണ് ചേഞ്ചസ് കാണുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ ഷേപ്പിലും അതേപോലെ തന്നെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ എന്താണ് കേർവ്ഡ് ഫാഷനിലാണ്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് സീറോ കോൺസെൻട്രേഷനിൽ നമുക്ക് ഗ്രാഫിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെത് കണ്ടെത്താൻ പറ്റില്ല. കാണണമെങ്കിൽ ഒരു ലോയുടെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റും. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് ഇൻഫിനിറ്റ് ഡയലൂഷൻ അഥവാ സീറോ കോൺസെൻട്രേഷനിൽ കാണാൻ പറ്റുന്നത് കോൾഡറേഷ്യസ് ലോയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ പറയും കോൾഡറേഷ്യസ് ലോ എന്താണ്. ഇനി നോക്കാം. ഇനി നമ്മളിപ്പം ഡിസ്കസ് ചെയ്തിരിക്കുന്നത് കണ്ടക്റ്റൻസ് ഡിസ്കസ് ചെയ്തു, കണ്ടക്ടിവിറ്റി ഡിസ്കസ് ചെയ്തു, മോളാർ കണ്ടക്റ്റൻസ് ഡിസ്കസ് ചെയ്തു, ഇക്വാലൻ കണ്ടക്റ്റൻസ് ഡിസ്കസ് ചെയ്തു. ഇനി കണ്ടക്ടിവിറ്റിയുടെ കേസിൽ ഈ ഡയലൂഷൻ എങ്ങനെയൊക്കെ സ്വാധീനിക്കുന്നുണ്ട് നോക്കാം. ഡയലൂഷൻ കൂടുമ്പം കണ്ടക്ടിവിറ്റി കൂടുന്നുണ്ടോ ഇല്ലയോ? എന്താണ് കണ്ടക്ടിവിറ്റി ഒന്നും കൂടെ ഓർമ്മിപ്പിക്കാം. കണ്ടക്ടിവിറ്റിയെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് കാപ്പ കൊണ്ടായിരുന്നു. കണ്ടക്ടിവിറ്റി ഈസ് ദ കണ്ടക്റ്റൻസ് ഓഫ് എ 1 cm³ ഓഫ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, ഒരു ക്യൂബ് ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ അനുഭവപ്പെടുന്ന കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ടിവിറ്റി അല്ലേ? ഒരു ക്യൂബ് ഇലക്ട്രോലൈറ്റിന് എത്രമാത്രം എളുപ്പത്തിൽ വൈദ്യുതിയെ പ്രവഹിപ്പിക്കാം എന്ന് പറയുന്നതാണ് എന്ത്? കണ്ടക്ടിവിറ്റി. അത് ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുന്നുണ്ടോ അല്ലെങ്കിൽ കുറയുന്നുണ്ടോ നോക്കാം. എന്തായിരിക്കും കണ്ടക്ടിവിറ്റി? ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ നോക്കാം. ഒരു ക്യൂബ് ഇലക്ട്രോലൈറ്റിൽ അനുഭവപ്പെടുന്ന കണ്ടക്റ്റൻസിനെയാണല്ലോ നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഒരു ക്യൂബ് ഇലക്ട്രോലൈറ്റിൽ ഫോർ ദ സേക്ക് ഓഫ് കൺവീനിയൻസ് 50 അയോൺസ് ഉണ്ടെന്ന് ധരിക്കുക. ഈ 50 അയോൺസിൻ്റെ കണ്ടക്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? കണ്ടക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇനി നമ്മളൊരു ട്രേയിൽ വാട്ടർ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബീക്കറിൽ ഒരു ട്രേയിൽ ഒരു വെസലിൽ വാട്ടർ എടുക്കുന്നു. എന്നിട്ട് ഈ ക്യൂബ് ഇലക്ട്രോലൈറ്റിനെ ഇങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. വീണ്ടും നമ്മൾ റീകലക്ട് ചെയ്യുന്നു. അപ്പോൾ 50 അയോൺസ് ഉള്ള ക്യൂബിൽ എത്ര ഉണ്ടായിരുന്നു? 50 അയോൺസ് ഉണ്ടായിരുന്നു. ഇനി നമ്മൾ റീകലക്ട് ചെയ്തപ്പോൾ നമ്മൾ ഇതിനെ ഡയലൂഷൻ നടത്തി നമ്മൾ ഇതിനെ വീണ്ടും ഈ ക്യൂബിനുള്ളിലേക്ക് റീകലക്ട് ചെയ്തപ്പോൾ 50 അയോൺസ് ഉണ്ടാകുമോ? ഇല്ല. കുറേ സ്ഥലത്തൊക്കെ എന്താണ്? വാട്ടറാണ് ഉണ്ടാകുക. അയോൺസിന് പകരം എന്തുണ്ടാകും? വാട്ടർ ഉണ്ടാകും. നമ്പർ ഓഫ് അയോൺസ് എന്ത് ചെയ്യും? പെർ സെൻറ്റിമീറ്റർ ക്യൂബിൽ എന്ത് ചെയ്യും? കുറയും. ഒന്നുകൂടെ മനസ്സിലാക്കുക. ആദ്യം ഈ ക്യൂബിനുള്ളിൽ 1 സെൻറ്റിമീറ്റർ ക്യൂബിനുള്ളിൽ 50 അയോൺസ് ഉണ്ടായിരുന്നു. നമ്മൾ ഡയലൂഷൻ വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇതിനെ നമ്മൾ ഏതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു? വാട്ടറിലേക്ക് വെസലിൽ വാട്ടറിൻ്റെ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. എന്നിട്ട് നമ്മൾ ആ ക്യൂബിനുള്ളിലേക്ക് വീണ്ടും റീകലക്ട് ചെയ്യുകയാണ് ആ അയോൺസ് ഉള്ള സൊല്യൂഷന്. അപ്പം 50 അയോൺസ് ഉണ്ടാകുമ്പോൾ ഇല്ല, കുറച്ച് അയോൺസ് കുറയും. ആ ഭാഗത്തേക്ക് എന്തുണ്ടാകും? വാട്ടർ ഉണ്ടാകും. അപ്പോൾ നമ്പർ ഓഫ് അയോൺ പെർ സെൻറ്റിമീറ്റർ ക്യൂബ് എന്താണ്? കുറയും. തൽഫലമായിട്ട് കണ്ടക്റ്റൻസ് എന്ത് ചെയ്യും? കുറയും. അപ്പം കണ്ടക്ടിവിറ്റി എന്താണ്? ഡയലൂഷൻ അനുസൃതമായിട്ട് കുറയുകയാണ് ചെയ്തത്. കാരണം നമ്പർ ഓഫ് അയോൺ പെർ സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് ദി ഇലക്ട്രോളിറ്റിക് സൊല്യൂഷൻ എന്താണ്? കുറയുകയാണ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസും എന്താണ്? ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. കാരണം ഇന്റർഅയോണിക് അട്രാക്ഷൻ കുറയാണ്. അത് ഒരു ക്യൂബിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടല്ല മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസും മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പം ഈ കണ്ടക്ടിവിറ്റി അഥവാ സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഡയലൂഷൻ അനുസൃതമായിട്ട് കുറയുന്നു. പക്ഷേ മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ കണ്ടക്റ്റൻസും എന്താണ്? ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുന്നു. ഒരു പക്ഷേ എക്സാമിന് ചോദിക്കാം, ഒരു പക്ഷേ അല്ല, എക്സാമിന് ചോദിച്ച് വരാറുണ്ട്. Why molar conductance and equivalent conductance increases with dilution, but conductivity or specific conductance decreases with dilution? Justify your answer. ചോദിക്കാം. എന്താണ്?
both molar conductance and equivalent conductance increases with dilution because interionic attraction decreases with dilution. But specific conductance or conductivity decreases with dilution because number of ion per centimeter cube of the electrolytic solution decreases with dilution. അപ്പം നമ്മൾ ഇതുവരെ പഠിച്ചതിൽ എന്തൊക്കെ പഠിച്ചു? റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, സ്പെസിഫിക് റെസിസ്റ്റൻസ് എന്താണെന്ന് പഠിച്ചു, കണ്ടക്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കണ്ടക്റ്റൻസ് മുതലാണ് നമുക്ക് ശരിക്കും കെമിസ്ട്രിയുള്ള ഭാഗം തുടങ്ങുന്നത്. കണ്ടക്റ്റൻസ്, സ്പെസിഫിക് കണ്ടക്റ്റൻസ് ഓർ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്റ്റൻസ്, ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്. ഇനി മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ്റ് കണ്ടക്റ്റൻസും അതേപോലെ തന്നെ കണ്ടക്ടിവിറ്റിയും ഡയലൂഷൻ അനുസൃതമായിട്ട് എങ്ങനെയാണ് മാറ്റങ്ങൾ വരുന്നത്. മോളാർ കണ്ടക്റ്റൻസും ഇക്വാലൻ്റ് കണ്ടക്റ്റൻസും പിന്നെ ഡയലൂഷൻ അനുസൃതമായിട്ട് കൂടുന്നുണ്ട്. പക്ഷേ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിലും വ്യത്യസ്തമായിട്ടാണുള്ളത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ ഒരു സ്ട്രൈറ്റ് ലൈനിൻ്റെ ഫാഷനിലാണ് കൂടുന്നത്. അതേ സ്ഥാനത്ത് വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ എന്താണ്? കേർവ്ഡ് ഫാഷനിലാണ് കൂടുന്നത്. സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ നമുക്ക് ഗ്രാഫ് കണ്ടെത്താൻ പറ്റില്ല, വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അടുത്ത ക്ലാസ്സിൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ നമുക്ക് ഗ്രാഫ് കാണാൻ പറ്റും, ഡിബേ ഹക്കിൾ-ഓൺസാഗർ ഇക്വേഷൻ ഉപയോഗിച്ച് കാണാൻ പറ്റും. പക്ഷേ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ കാണാൻ പറ്റില്ല. അത് നമുക്ക് മനസ്സിലാക്കാം അടുത്ത ക്ലാസ്സിൽ. വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ എങ്ങനെ കണ്ടെത്താം, അതിന് കൊൾറേഷ്യസ് ലോയുടെ ആവശ്യമുണ്ട്. എന്താണ് കൊൾറേഷ്യസ് ലോ, എന്താണ് ഡിബേ ഹക്കിൾ-ഓൺസാഗർ ഇക്വേഷൻ എന്നൊക്കെ അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. അപ്പോൾ എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ ഈ ഭാഗത്തുനിന്ന് വരാനുള്ള സാധ്യത കൂടുതലുള്ളൊരു ഭാഗമാണ് ഏത്? വേരിയേഷൻ ഓഫ് മോളാർ കണ്ടക്റ്റൻസ് ഓഫ് സ്ട്രോങ് ആൻഡ് വീക്ക് ഇലക്ട്രോലൈറ്റ്. അതൊരു പക്ഷേ ഇങ്ങനെ ചോദിക്കാൻ, ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഗ്രാഫ് വരച്ചുകൊണ്ട് ചോദിക്കാം. യെസ്, ഇത് ലാംഡ എം ക്യാപിറ്റൽ ലെറ്ററിൽ ചോദിക്കാം, അല്ലെങ്കിൽ സ്മോൾ ലെറ്റർ ലാംഡ എം റൂട്ട് സി അല്ലെങ്കിൽ സി റൈസ് ടു 1/2. എന്തിനാണ് റൂട്ട് സി ഉപയോഗിച്ചതെന്ന് ഞാൻ പിന്നീട് പറയാം. ഡിബേ ഹക്കിൾ-ഓൺസാഗർ ഇക്വേഷൻ ഉപയോഗിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇത് ഏത് ഗ്രാഫ്, ഇത് ഏത് ഇലക്ട്രോലൈറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? ഗ്രാഫ് എ റെപ്രസെൻറ്റ് വിച്ച് ഇലക്ട്രോലൈറ്റ്, ഗ്രാഫ് ബി റെപ്രസെൻറ്റ് വിച്ച് ഇലക്ട്രോലൈറ്റ്, ജസ്റ്റിഫൈ യുവർ ആൻസർ എന്ന് ചോദിക്കുക. ഗ്രാഫ് എ റെപ്രസെൻറ്റ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്, ഗ്രാഫ് ബി റെപ്രസെൻറ്റ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്. ജസ്റ്റിഫിക്കേഷൻ ചോദിച്ചു കഴിഞ്ഞാൽ മോളാർ കണ്ടക്റ്റൻസ് അറ്റ് ഹയർ കോൺസെൻട്രേഷൻ ഹയർ ദാൻ ദാറ്റ് ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ്സ്, ഇറ്റ് ഇൻക്രീസസ് സ്ലോലി with dilution because interionic attraction decreases. It becomes practically constant when it is approaches to zero concentration. So we can extrapolate the graph on the y-axis. Thereby we can find lambda 0 m of strong electrolyte. But in the case of weak electrolytes, molar conductance at a higher concentration is less than that of strong electrolytes. As the dilution increases, molar conductance increases slowly at first, then become rapidly because number of ion increases. Moreover, interionic attraction decreases. It does not become constant when it is approaches to zero concentration. So we cannot extrapolate the graph on the y-axis. So we cannot find lambda 0 m of weak electrolyte from the graph. Have you got the idea? അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നുകൂടെ ഞാൻ ഓർമ്മിക്കാം. അതായത് നമ്മൾ എന്താണ് ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പഠിച്ചു. ഇലക്ട്രോ കെമിസ്ട്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എങ്ങനെ നമുക്ക് കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റും, ഇലക്ട്രിക്കൽ എനർജി എങ്ങനെ കെമിക്കൽ എനർജിയാക്കി മാറ്റാൻ പറ്റും, അതിൽ എന്തൊക്കെയാണ് ഇലക്ട്രോ കെമിക്കൽ സെല്ലാണ് കെമിക്കൽ എനർജി ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റുന്നത്, ഇലക്ട്രോളിറ്റിക് സെല്ലാണ് ഈ ഇലക്ട്രിക്കൽ എനർജിയെ കെമിക്കൽ എനർജിയാക്കി മാറ്റുന്നത്. അവിടെ നടക്കുന്നത് റിഡോക്സ് റിയാക്ഷനാണ്. എന്താണ് റിഡോക്സ് റിയാക്ഷൻ നമ്മൾ പഠിച്ചു. പിന്നെ നമ്മുടെ സബ്സ്റ്റൻസിനെ ക്ലാസിഫൈ ചെയ്തു. ഇൻസുലേറ്റേഴ്സ്, കണ്ടക്ടേഴ്സിനെ ക്ലാസിഫൈ ചെയ്തു. കണ്ടക്ടേഴ്സ് രണ്ട് തരത്തിലുണ്ട്, മെറ്റാലിക് ഓർ ഇലക്ട്രോണിക് കണ്ടക്ടേഴ്സ് ആൻഡ് ഇലക്ട്രോളിറ്റിക് കണ്ടക്ടേഴ്സ്. അവ തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞു. പിന്നെ റെസിസ്റ്റൻസ് പറഞ്ഞു, റെസിസ്റ്റിവിറ്റി പറഞ്ഞു, കണ്ടക്റ്റൻസ് പറഞ്ഞു, കണ്ടക്ടിവിറ്റി പറഞ്ഞു, മോളാർ കണ്ടക്റ്റൻസ്, ഇക്വാലൻ്റ് കണ്ടക്റ്റൻസ്. അപ്പോൾ അതിൻ്റെ വേരിയേഷൻ ഡയലൂഷൻ അനുസൃതമായിട്ട് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇലക്ട്രോലൈറ്റ്സിനെ കുറിച്ച് പറഞ്ഞു. ഇലക്ട്രോലൈറ്റ്സ് രണ്ട് രൂപത്തിലുണ്ട്, സ്ട്രോങ് ഉണ്ട്, വീക്ക് ഉണ്ട്.
ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അതിൻ്റെ വേരിയേഷനും കൂടെയാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് എങ്ങനെ വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെ മോളാർ കണ്ടക്റ്റൻസ് കാണാം, സീറോ കോൺസെൻട്രേഷനുള്ള മോളാർ കണ്ടക്റ്റൻസ് കാണാം, അതിന് വേണ്ട ലോ എന്താണ്, കൊൾട്രേഷ്യസ് ലോ, പിന്നെ അതേപോലെ തന്നെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ ഈ സ്ട്രെയിറ്റ് ലൈനെ നിർദ്ധാരണം ചെയ്യുന്ന ഇക്വേഷൻ ഡിബേ ഹക്കൾ ഹോൺസാഗർ ഇക്വേഷനാണ്. ഈ കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ. സി യു. ഓക്കെ.